അവരെ കിണർ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ട് ഇങ്ങനെ കിട്ടണം. കാരണം നമ്മുടെ കേരളത്തിലെ മണ്ണിൻ്റെ അളവിൽ ഇരുമ്പിൻ്റെ അംശം കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളതിന് വെച്ചിട്ടുള്ള ഫിൽട്രേഷനാണിത്. അയൺ റിമൂവലാണ്. സിംഗിൾ വെസലിലാണ് നമ്മൾ അയണിനെ ഒഴിവാക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇവിടെ ബാക്ടീരിയൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ക്ലോറിൻ ഡോസ് ചെയ്യണം കൂടിയുണ്ട്. ക്ലോറിൻ ഡോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിക്വിഡ് ക്ലോറിൻ ടാങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ലൈനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളതിന് ശേഷം നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ വരുന്ന ഔട്ടിൽ 0.2 ppm ആണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. പമ്പിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ അതിൻ്റെ ഡോസിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടാങ്കിൽ, ഇതാണ് നമ്മുടെ ഡോസിങ്ങിൻ്റെ ടാങ്കിൽ നമ്മൾ ക്ലോറിൻ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മളിത് ഓട്ടോമാറ്റിക് മോട്ടർ ഓൺ ആവുന്നതോടുകൂടി ഡോസിംഗ് പമ്പ് ഓൺ ആവും, ലൈനിലേക്ക് ക്ലോറിൻ ഇഞ്ചെക്ട് ചെയ്യും, ബാക്ടീരിയ നശിപ്പിക്കും, തുടർന്ന് ടാങ്കിൽ പോയി സ്റ്റോർ ആവും. പിന്നെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വെള്ളം ഫിൽറ്ററിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പൈപ്പുകളിൽ അയൺ വിമുക്തമായ അയൺ മാറ്റിയ നല്ല വെള്ളം നമുക്ക് പൈപ്പുകളിൽ കിട്ടും. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ.